ആലപ്പുഴയിലെയും കേരളത്തിലെയും ജനങ്ങൾ പൊതുവെ ജാതി മതാടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ച്. അപ്പോൾ പിന്നെ വ്യാജ വീഡിയോകളൊക്കെ ഉണ്ടാക്കി മതപരമായ തെറ്റായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നവർക്ക് ആർക്കും തിരിച്ചടി കിട്ടാം. അനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ അധ്യാപകൻ. അതിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാണ്? ആലപ്പുഴ ജില്ലയിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും മിക്കവാറും എല്ലാം ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലം ചെങ്ങന്നൂരുണ്ടെങ്കിലേ ഉള്ളൂ. എനിക്കറിയില്ല ഭൂരിപക്ഷം ആണോന്ന് എനിക്കറിയില്ല. അടുത്തെത്തും എങ്ങുമില്ല. ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള അസംബ്ലി മണ്ഡലം ആലപ്പുഴ ജില്ലയിൽ. ന്യൂനപക്ഷങ്ങൾ ഏറ്റവും ഉള്ളത് കായംകുളം, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ. നല്ല സീസണൽ നമ്പറുണ്ട്. പിന്നെ ഈ അരിപ്പാട്, കരുനാഗപ്പള്ളി, അരൂർ ഇവിടെ എല്ലാം ന്യൂനപക്ഷങ്ങൾ. പിന്നീട് കുറച്ചാഴ്ചയിൽ ചേർത്തലയിലെ കുറച്ചുണ്ട് ആലപ്പുഴയിൽ. അവിടെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ജാതി മതം നോക്കിയല്ലല്ലോ. ജയിച്ചവരുടെ നമ്പർ എടുക്കുക, ജയിച്ചവരുടെ പേരുവിവരങ്ങൾ എടുക്കുക. എല്ലാവരും വോട്ട് ചെയ്താണ് ജയിക്കുന്നത്. ജാതി മതവും നോക്കി നിർത്തിയവരെയൊക്കെ തോൽപ്പിക്കാനുണ്ടായത്. ഉദാഹരണമൊന്നും ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം. അങ്ങനെ പാരമ്പര്യമുള്ള ഒരു നാട്ടിൽ 3 തവണ MLA-യും ഇപ്പൊ MP-യുമായ എല്ലാ വിഭാഗം ജനങ്ങളുടെ വോട്ട് വാങ്ങി മികച്ച വിജയം കരസ്ഥമാക്കി പാർലമെന്ററി മത്സരങ്ങളിൽ അപരാജിതനായി ഇതുവരെ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള ആരിഫിനെതിരെ ഇങ്ങനെയൊക്കെയുള്ള വ്യാജ വീഡിയോ ഇറക്കുന്നത് ഏതായാലും വലതുപക്ഷ രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിനകത്ത്. ആരാണ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. അത് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. എന്റെ അഭിപ്രായത്തിൽ ഇത്തരം വ്യാജ വീഡിയോ പരാതിയില്ലാതെ തന്നെ പോലീസ് പോട്ടോ കേസെടുക്കേണ്ടത്. അതുകൊണ്ടാണ് പോലീസിന്റെ ജോലിയാണ്. പരാതി ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ വെച്ചിട്ട് വേഗം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അവരാണ്. ഇടതുപക്ഷം ഒരിക്കലത് ചെയ്യില്ല എന്നുള്ളത് സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു കഴിഞ്ഞു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഹിച്ചറിയാനും പറഞ്ഞു, ജില്ലാ സെക്രട്ടറി. പിന്നെ തെരഞ്ഞെടുപ്പിൽ ഈ നിമിഷം വരെ ഇടതുപക്ഷത്തിന് മുൻകൈയാണ് ഇപ്പോൾ ആലപ്പുഴ പാർലമെന്റ്. അത് ഇലക്ഷന്റെ വോട്ടെടുപ്പിന്റെ അവസാന മിനിറ്റ് വരെ തുടരാനാണ് സാധ്യത. അത് ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അതിന് യാതൊരു വളഞ്ഞ വഴി എവിടെയും സ്വീകരിക്കുന്നില്ല. ജനങ്ങളോട് ഈ ഇലക്ഷന്റെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷം മാത്രമേ അങ്ങനെ സംസാരിക്കുന്നുള്ളൂ. ഈ പാർലമെന്റ് മണ്ഡലം എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും മീറ്റിംഗും പ്രചരണവും രാഷ്ട്രീയ കാര്യങ്ങളും സംസാരിക്കാൻ വേറെ ഒരു മുന്നണിയോ സംസാരിക്കുന്നില്ല. മറ്റ് സ്ഥാനാർത്ഥികൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടാവും. അതല്ല പറഞ്ഞത്. ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ജനങ്ങളത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജനങ്ങളെ മുൻനിർത്തി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രാജ്യകാര്യങ്ങളും സംസ്ഥാന കാര്യങ്ങളും പാർലമെന്റ് മണ്ഡല കാര്യങ്ങളും സംസാരിക്കുന്ന ക്രിയാത്മകമായ പാർലമെന്റ് ഇലക്ഷനിൽ നേരിടുന്ന ഇടതുപക്ഷത്തെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ശക്തിപ്പെടുത്തി. അതിനെതിരെ അപവാദ പ്രചരണം നടത്തുന്നവർ രാജ്യതാൽപര്യത്തിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. മാധ്യമങ്ങളിൽ നിന്നൊന്നും അതിന് സപ്പോർട്ട് കൊടുക്കാൻ പാടില്ല എന്ന അഭ്യർത്ഥനയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. വളരെ ശക്തവും വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് വന്നിരിക്കുന്നത്. ഇത്തവണയും കോൺഗ്രസ് ഈ ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള 18ാമത്തെ ഇലക്ഷൻ വിലയിരുത്തുന്നത് പരാജയപ്പെട്ടിരിക്കുകയാണ്. അവരുടെ അടവുകളെല്ലാം പരാജയപ്പെടുകയാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ തവണയും രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അദ്ദേഹം കൊണ്ട് വന്നത് ശരിയല്ല, മാറി തരണമെന്നൊന്നും അതൊന്നും പറയാനുള്ള ഞങ്ങളുടെ ജോലിയുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് വന്നതോടുകൂടി ഇന്ത്യ മേഖല അദ്ദേഹത്തിന് സുരക്ഷിതമല്ലെന്ന് വീണ്ടും സമ്മതിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഇതാണ് ഉണ്ടായത്. അവിടെ എല്ലാം കൈവിട്ട് പോയില്ലേ? ഇത്തവണ അവിടെ യാതൊരു ചാൻസും ഇല്ല. എന്നാണ് ഇത് കാണിക്കുന്നത്.
രാജ്യത്ത് വർഗീയത പരത്തുന്ന ഭരണകക്ഷിക്ക് നോർത്ത് ഇന്ത്യയെ വിട്ടുകൊടുത്തിരിക്കുകയാണ് മധ്യ ഇന്ത്യയും. കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ്. എന്നിട്ട് ഇവിടെ ഇത് പോകേണ്ട കമ്മ്യൂണിസ്റ്റ് എംപിമാരെ തളയ്ക്കാമെന്നാണ് നോക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് എംപിമാരില്ലാത്തൊരു പാർലമെന്റിനെ പിഴങ്ങൾ ആലോചിച്ചു. ഈ പൗരത്വ നിയമത്തിന് അവിടെ സംസാരിക്കാൻ കോൺഗ്രസിന് പറ്റുമോ? അത് സംസാരിക്കുന്നല്ലോ. ആരെങ്കിലും സംസാരിച്ചില്ലെന്നല്ല, അങ്ങനെ സംസാരിച്ചാൽ പോരാ. കണ്ടിന്യൂസ് തുടർച്ചയായി വിട്ടുവീഴ്ചയില്ലാതെ ഐഡിയോളജിക്കലായി സംസാരിക്കാൻ പറ്റുന്നില്ല അവർക്ക് എല്ലാവർക്കും ഒരുപോലെ. 52 പേര് ഒരുപോലെ സംസാരിക്കുന്നില്ലല്ലോ. രാജസ്ഥാൻകാരും വേറെ വഴി സംസാരിക്കും, കേരളക്കാരും ഇതല്ലേ അവർ ചെയ്യുന്നത്. അതാണ് വെച്ചത്. ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിലോ പൈസ വാങ്ങിക്കാത്ത ഒരു പാർട്ടിയല്ലേ. പാർട്ടികളല്ല, CPM സാധാരണ 4 പാർട്ടിയല്ലേ ഉള്ളൂ. CPM, CPI, BSP, മുസ്ലിം. 7000 വാങ്ങില്ലേ. അപ്പൊ ഇലക്ട്രൽ ബോണ്ടിൽ കോൺഗ്രസ് അവിടെ സംസാരിക്കാൻ പറ്റും. അതിന് ആലപ്പുഴയും ആരിഫും അതുപോലെയുള്ള സഖാക്കളും പോകണം. ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. അവിടെ ആരെങ്കിലും പോയിരുന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് മാധ്യമങ്ങളിലൊക്കെ എന്തെങ്കിലും സ്വാധീനം ചെലുത്തി വാർത്തകളോ കൊടുത്ത് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അടിസ്ഥാനപരമായ കാര്യങ്ങളായിരുന്നു ജനങ്ങളോട് പറയുന്നത്. ഞങ്ങൾ വേറൊന്നും പറയുന്നില്ല. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള കടപിടിപ്പിനെ നിയന്ത്രിക്കുന്നത്, ചുരുക്കുന്നത്, കേന്ദ്രം തരാതെ ഒന്നും UDF സംസാരിക്കില്ല. പൈസ വേണ്ടേ? ഇവിടെ ഭരിക്കാൻ പൈസ വേണ്ടേ? നിങ്ങളല്ലേ പത്രങ്ങളിലെ വാർത്ത കൊടുക്കത്തല്ലേ, പെൻഷൻ തെറ്റി മറ്റേത് കൊടുക്കുന്നില്ലേ, തന്നെ പൈസ വേണ്ടേ? അപ്പൊ അതിനുള്ള എല്ലാ സന്നാഹങ്ങളും നടത്തുകയാണ്. വികസന പ്രവർത്തനങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. കഴിഞ്ഞ ഗവൺമെന്റ് പൂർത്തിയാക്കാതിരുന്ന എല്ലാം ഏറ്റെടുത്ത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുക. അത് നേരത്തെ അനുവദിച്ച പൈസ തീർന്നു പോയെങ്കിൽ പുതിയ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. അങ്ങനെ എന്ത് അവകാശവാദമാണ് UDF ഉന്നയിക്കാനുള്ളത്? പാർലമെന്റ് മെമ്പറായിരിക്കെ, മുൻകാലങ്ങളിൽ മെമ്പറായിരിക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പാർലമെന്റ് മെമ്പർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇവിടെ സഹിച്ചറിയാൻ പറഞ്ഞ പോലെ സംസ്ഥാന ഗവൺമെന്റ് വിപുലമായ വികസനങ്ങളെ ഡൽഹിയുടെ സഹായം വേണ്ടത് അവിടെ ചെന്ന് സംസാരിച്ച് തടസ്സങ്ങൾ നീക്കി അത് നല്ല ഫ്ലോ ആയിട്ട് ഇങ്ങോട്ട് ഒഴുകുന്നതിനുള്ള സഹായമാണ് വേണ്ടത്. കേന്ദ്രം നേരിട്ട് നടപ്പാക്കുന്ന പദ്ധതി അവിടെ നേരിട്ട് വരികയും ചെയ്യും. ഇത് രണ്ടും ആരിഫ് ചെയ്തു. കോൺഗ്രസ് എന്ത് ചെയ്തു കുറച്ചു കാലമായിട്ട്? എന്തെങ്കിലും ഇവിടെയില്ല അവിടെയില്ലല്ലോ. എന്താ ചെയ്തത്? എന്ത് വികസനത്തെ പറ്റിയാണ് പറയുന്നത്? അതൊക്കെ നമുക്ക് വേറെ സംസാരിക്കാം. വികസനം എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങ് പറയുകയാണ്. അങ്ങനല്ല, വികസനം കൺമുമ്പിൽ കാണാം. ഏത് നിലയിലാണ് ഇടതുപക്ഷത്തെ മാറ്റി നിർത്തുന്നത്? മാറ്റി നിർത്താൻ കഴിയില്ല. എല്ലാവരും വോട്ട് ചെയ്യും, മുഴുവൻ ആൾ വോട്ട് ചെയ്യും. കഴിഞ്ഞ തവണ ചെയ്തല്ലോ. ഈ വീഡിയോയിൽ പറയുന്ന ഈശ്വരവിശ്വാസവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചരണം കുടുംബിൽ കൊണ്ട സമയത്താണ് ഹിന്ദു ബൂത്തുകളിൽ നിന്ന് മഹാഭൂരിപക്ഷം വോട്ട് വാങ്ങിയാണ് ആരിഫ് ജയിച്ചിരിക്കുന്നത്. മൈനോറിറ്റി ബൂത്തിൽ നിന്ന് മാത്രമല്ല, ബൂത്തെടുത്ത് നോക്കണം. കോൺഗ്രസ് അവിടെ എല്ലാം പരാജയപ്പെട്ടു. അവിടെ എല്ലാം കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുക. അപ്പൊ ജനങ്ങൾക്ക് വർഗീയതയും കാര്യമൊന്നുമില്ല. അവർ വോട്ട് ചെയ്യുന്നത് മതനിരപേക്ഷതയ്ക്കും ജനക്ഷേമത്തിനും വികസനത്തിനും. അതുകൊണ്ട് കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കുക. ഞങ്ങളെല്ലാവരും കുപ്രചരണം കേട്ടിട്ടുണ്ട്. ഇന്നലെ ഫേസ്ബുക്ക് നോക്കിയപ്പോഴുണ്ട് എന്നെ പറ്റി വരും. നോക്കുമ്പോൾ 3 വർഷം മുമ്പ് ഇറക്കിയത് ഇപ്പൊ എടുത്തിട്ടിരിക്കാൻ പറ്റും. 3 വർഷം മുമ്പ് ഇറക്കിയത് അത് തന്നെ സത്യവിരുദ്ധമായിരുന്നു. അതിന് സത്യാവസ്ഥയൊക്കെ പിന്നെ വെളിയിൽ വന്നതാ. അതിനകത്ത് ആര്യവന്റെ ഒരു പേര് ചൂണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് അതായിരിക്കും ഇപ്പൊ എടുത്തലാണ് കാര്യം. ഞാനത് ഒന്നും മൈൻഡ് ചെയ്ത് നമുക്കെന്താ 3 വർഷം മുമ്പ്, 4 വർഷമായി. എന്തോ ഒരു പ്രശ്നം അത് ഉന്നയിച്ചവരുടെ കുഴപ്പമാണ്. അവരുടെ അബദ്ധം കാണിച്ച് അവരത് പരിഹരിക്കുകയും ചെയ്തു. അപ്പൊ ഇതിനൊക്കെ ആശാന്മാരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ വല്ലതും കട്ടോ വല്ലതും മോഷ്ടിച്ചോ, ആരെയെങ്കിലും അർത്ഥരാധിക്ക് പോയി ആക്രമിച്ചോ, ആരുടെയെങ്കിലും വലിയ വ്യാജ പ്രചരണം നടത്തിയോ, അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സുതാര്യമായിട്ടുള്ള അന്തസ്സായ രാഷ്ട്രീയ പ്രവർത്തനമല്ലേ നടത്തുന്ന ഞങ്ങൾ എല്ലാവരും, ഇരിക്കുന്ന എല്ലാവരും, ഞങ്ങളെപ്പോലെ എല്ലാവരും. അപ്പൊ ഞങ്ങൾക്ക് നൽകേണ്ട ഒരു പ്ലസ് പോയിന്റ്
ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ പലതര വളഞ്ഞ വഴികളും നടത്തുന്നവർക്ക് മാധ്യമങ്ങൾ കൊടുക്കാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്നല്ല, അത്തരം വാർത്തകളും പരിശോധിക്കണം. വീഡിയോകൾ പിന്നെ ഫേസ്ബുക്കൊക്കെ വഴിയാണ് വരുന്നത്. അത് പോലീസ് കർശനമായ നടപടിയെടുക്കണം. അന്വേഷിച്ചാൽ പോലെ അന്വേഷിച്ച് അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് പ്രോസിക്യൂട്ട് ചെയ്യണം. അതിന് പോലീസ് തയ്യാറാവണം. സൈബർ സെല്ലൊക്കെ ഉണ്ടല്ലോ. ആര് ഭരിക്കുമെന്ന് നോക്കണ്ട. ആര് ഭരിച്ചാൽ ഏത് ഗവൺമെന്റ് ചെയ്യണം, ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്യണം. അതെനിക്ക് പറയാം.